എനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. ഐ വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഹി വാസ് ദ ഓൺലി പ്രൊട്ടക്ടർ. എന്നോട് ഡ്രസ്സ് മാറാൻ അങ്ങനെ ആൾക്ക് കാണണം ഞാൻ ഭയങ്കരമായിട്ട് കെഞ്ചിയപ്പോൾ ഐ ഹാഡ് ടു ഡു ഇറ്റ്. ഞാൻ എവിടേക്കാണ് ഓടേണ്ടത്? ബാംഗ്ലൂരിലെ ആ സെൻറ്ററിലേക്കോ? അവിടെ ഗാങ് ആണല്ലോ ചെയ്യപ്പെടുക. ക്യൂരിയോസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വൈകാരികത അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കാണണം, ശരീരം കാണണം. ആൾ സ്വയം നേക്കഡായിട്ട് എന്നോട് പറഞ്ഞു ഒരു പുരുഷനെ കണ്ടിട്ടില്ലല്ലോ. അതെനിക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. മതം ചാടിയോള് കുടുംബം കലക്കി എന്നെ വിളിച്ചു. മതം ചാടിയതല്ലേ മദർ തെരേസ. ഒരു മദർ വന്ന് എപ്പോഴും വാതിൽ കുറ്റിയിടാൻ പാടില്ല, മറ്റകത്ത് കയറി അവളെ തോന്നിയാസം ചെയ്യണമെന്നുള്ളത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നിങ്ങനെ പിടിച്ച് ഈ ചുണ്ടിൽ കിസ് ചെയ്യലാണ്. എനിക്കത് അറപ്പാണ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ നോക്കാത്ത, ഈ അച്ഛൻ്റെ അടുത്ത് നാട്ടിൽ വെച്ച് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്, എന്തും തുറന്ന് പറയാവുന്ന ഒരു സ്ത്രീയെ നോക്കാത്ത ഏറ്റവും വിശുദ്ധനായ ഒരു അച്ഛൻ അവിടെ ചെന്ന് ഉള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ എങ്ങനെയോ ഇങ്ങനെയൊക്കെ മോഹങ്ങളൊക്കെ ആയി. സഭയ്ക്കുള്ളിലുള്ള ക്രിസ്തു ശരിക്കും ആ അർത്ഥത്തിൽ മനസ്സിലുണ്ടോ? ഇല്ല. പ്രേം നസീറിന്റെ ഭാഷയിലാണ് ഈശോ അന്ന് എന്നോട് സംസാരിച്ചത്. എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേര് ജീസസ്. അതാണ് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത്. ഇപ്പം ഞാൻ ആ ജീസസിൻ്റെ പടം, എനിക്ക് പടമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു പടം അവിടെ ഒട്ടിച്ച് വെച്ചത് ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതും ഞാൻ ഉമ്മ കൊടുക്കലാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ജീസസിനെ വിട്ടിട്ടൊരു പ്രണയം അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഒരല്പം പ്രണയം ഇപ്പോൾ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട്. അത് ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രണയിക്കുന്നത്, ജൂനിയർ ജീസസ്. സ്വവർഗരതിയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ അത് മോശമായിട്ടൊരു കാര്യമായിട്ട് കരുതിയിരുന്നു. ഞാൻ പറയുന്നത് അന്നും ആ സിസ്റ്ററിനോട് താല്പര്യമുള്ള, സ്വവർഗരതി താല്പര്യമുള്ള സിസ്റ്ററുടെ അടുത്ത് പോയിക്കോട്ടെ. സിസ്റ്റർ ജസ്മിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മാം. ഒരുപക്ഷെ ആ തരത്തിലൊരു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ ജസ്മിയുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല. കാരണം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് തന്നെയാണ് സഭയിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അറിയപ്പെട്ടതും അങ്ങനെയാണ് ആഗ്രഹിച്ചതും. പക്ഷേ ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആ ക്രിസ്തു മതത്തിൻ്റെ സഭയ്ക്കുള്ളിലുള്ള ക്രിസ്തു ശരിക്കും ആ അർത്ഥത്തിൽ മനസ്സിലുണ്ടോ? ഞാൻ ഒരുപാട് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ ഞാൻ വളർന്നു. ഞാനതൊരു ഷോക്കോട് കൂടിയൊക്കെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ക്രിസ്തു ദൈവമല്ല, ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം മാസ് ചൊല്ലാറില്ല, സഭ അങ്ങനെ അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റിയിട്ട് അനുകരിക്കാതെ ആരാധിക്കുന്ന വിധത്തിലായി. അനുകരിക്കുകയാണ് വേണ്ടത്. അതൊരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ആദർശം നമുക്ക് സ്വീകരിക്കാം. എനിക്കത് അന്ന് ഷോക്കായിരുന്നു. ഫാദർ ജെയിംസ് ഗുരുദാസ് CMI സ്നേഹവാണി എന്ന് പറഞ്ഞൊരു അദ്ദേഹം വിശുദ്ധ കുർബാന ചൊല്ലാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ബിഷപ്പും അദ്ദേഹം CMI സഭയിലെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനും ശിക്ഷിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞ വരി അത് അവർക്കൊക്കെ അറിയാം ഈ സത്യം. ആ അച്ഛൻ ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ്. അവർക്ക് ബാക്കി പ്രൊവിൻഷ്യലിനും ബിഷപ്പിനും ഒക്കെ അറിയാം ഈശോ നല്ലൊരു മനുഷ്യനാണെന്ന്. ഇത് ഞങ്ങൾ ഒരു ദൈവമാക്കിയൊക്കെ മാറ്റിയിട്ട് മനുഷ്യരെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഞങ്ങളൊരു മാസ്, ഹോളി മാസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ആളുകളെ കിട്ടാനായിട്ട്. അതൊരു വൈദികനെ മാത്രമല്ലേ അർപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണല്ലോ ഇവർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒരു വൈദികൻ്റെ അടുത്തേക്ക് ജനം എല്ലാ സൺഡേയും അത് കൂടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവരവിടെ എത്തും. അപ്പം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാം. പണം സമ്പാദിക്കുന്നതൊക്കെ ഒരു വശം, നേർച്ചക്കാഴ്ചകളൊക്കെ. അതല്ലാതെ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ മാസ് ചൊല്ലാറില്ല, അവർ വരുമ്പോൾ ഞാൻ ബൈബിളിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അവരെ കൊണ്ടുപോകും. അതാണ് ഞാൻ എല്ലാ ഞായറാഴ്ചയും ചെയ്യാറ് എന്ന് നേരിട്ട് പറഞ്ഞാണ്. ഞാൻ ആദ്യം കേട്ടപ്പോഴൊന്നും വിശ്വസിച്ചില്ല. നേരിട്ട് അച്ഛൻ പറഞ്ഞു. അതെനിക്ക് ഷോക്കായിരുന്നു. കാരണം ഞാൻ ഈ ദൈവമായി ഈശോയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങിയിട്ട് അങ്ങൊരു വെറും മനുഷ്യനാണെങ്കിൽ, മരിച്ചുപോയൊരു മനുഷ്യനാണെങ്കിൽ എൻ്റെ അടിത്തറ ഇളകുന്നത് പോലെ എനിക്ക് അന്ന് തോന്നി. പക്ഷേ ഞാൻ കുറച്ച് ദിവസങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് അവസാനം ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് പ്രേം നസീറിൻ്റെ ഭാഷയിലാണ് ഈശോ അന്ന് എന്നോട് സംസാരിച്ചത്. എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അങ്ങനെ പറയുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത് വരുമ്പോൾ വളരെ മാനം ഉയരുകയാണ്. കാരണം ഈശോ മനുഷ്യനായാൽ പോലും ഒരു ശക്തി എല്ലാവരും ഗുരുവായൂരപ്പ, കൃഷ്ണ അല്ലെങ്കിൽ നബി, അള്ളാ എന്നൊക്കെ വിളിക്കുന്ന അതേ ശക്തിയുടെ ഞാൻ വിളിക്കുന്ന പേര് ഈശോ. അത് ഞാൻ ശീലിച്ചു. അപ്പം ഞാനിപ്പോൾ ജീസസ് എന്ന് പറഞ്ഞാലും വെറും ആ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഞാൻ കാണുന്നത്, ആ ശക്തിക്ക് ഞാൻ വിളിച്ച് ശീലിച്ച പേര് ജീസസ് എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴും ജീസസ് ആൻഡ് മീ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
അത് പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു. പക്ഷേ അതിലെനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാ ദൈവങ്ങളും അടങ്ങുന്ന ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേര് ജീസസ്. അതാണ് ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ജീസസ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചത്. ജസ്മി എന്ന വിളിയിൽ സിസ്റ്ററും കൂടെ ഉണ്ട്. ഓ. അപ്പോൾ സിസ്റ്റർ ജസ്മി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സഭ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് നമ്മളത് തുടർന്നു. അപ്പോൾ മേമി എന്ന് പറയുന്ന നല്ല പേരുണ്ടായിരുന്നു. ആ പേര് വേണമെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതൊരു തുടർച്ചയായിട്ട് കാണുന്നു. ഇല്ലെങ്കിൽ അവിടെ നിന്ന് തുടർന്ന സിസ്റ്റർ ജസ്മിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ സിസ്റ്റർ ജസ്മി പറയുന്ന ആത്മീയത സിസ്റ്റർ ജസ്മിയുടെ അടുത്ത് നിന്നേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആത്മീയത 3-ാം പാത എന്ന് പറയുന്ന ആത്മീയതയുടെ ലെവലാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കുറേ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സിമ്പലുകൾ, ബിംബങ്ങൾ, മതം ഉപയോഗിക്കുന്ന ബിംബങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു റിഗ്രറ്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ 3-ാം പാത എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥ എന്താണ് ജസ്മിയുടെ മനസ്സിൽ? ഞാൻ സിസ്റ്റർ എന്നുള്ളത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. എൻ്റെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കിട്ടിയത്, ഞാൻ പ്രിൻസിപ്പലായി ഇരുന്ന് അപ്പോഴേ അപ്ലൈ ചെയ്തെങ്കിലും 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് സാങ്ഷനായി വന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന 6 മാസം മുൻപ് എൻ്റെ പേര് സിസ്റ്റർ ജസ്മി എന്നായി. അത് ഈവൻ ഗസറ്റിൽ മിസ്റ്റർ, മിസ്, മിസ്സിസ് എന്നൊന്നും ഗസറ്റിൽ എഴുതില്ല. പക്ഷെ അതിൽ എഴുതിയിരുന്നു SRJESME എന്ന സ്പെല്ലിംഗ് പോലും തെറ്റാതെ. അങ്ങനെയാണ് ഇനി മുതൽ ഞാൻ ഉപയോഗിക്കുക. ആൻഡ് വിൽ സൈൻ അക്കോർഡിംഗ്ലി. അപ്പോൾ അതായതിനു ശേഷം 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. ഇറങ്ങിയ ഉടനെ എനിക്ക് പിന്നെ ആ പേരല്ലാതെ വേറെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്കും ഒരുപാട് സിസ്റ്റേഴ്സിനും ഇഷ്ടമുള്ള, എൻ്റെ ടീച്ചേഴ്സും സഹപ്രവർത്തകർക്കൊക്കെ ഇഷ്ടമുള്ള പേരാണ് മേമി. ഒരു വാത്സല്യ പേരാണ്. അപ്പോൾ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെയായി. അതിലൊരു ചെറിയ സങ്കടം തോന്നി. എൻ്റെ അമ്മയൊക്കെ വിളിച്ചിരുന്ന ചെറുപ്പത്തിലെ, ഞാൻ അതുവരെ സൈൻ ചെയ്ത ഇത്രയും വർഷം, ഈ 28 വർഷം പഠിപ്പിച്ചതിൽ 27 വർഷത്തോളം സൈൻ ചെയ്ത സി മേമി റാഫേ എന്നുള്ള ആ മേമി നഷ്ടപ്പെട്ടതിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. ഞാൻ ഇറങ്ങി ഉടനെ ഇനി എനിക്ക് ആ ഗസറ്റ് പബ്ലിക്കേഷൻ 2.5 കൊല്ലം കഴിഞ്ഞ് കിട്ടിയതാണ്. ഇനി കൊടുത്താലും കുറേ കാലം പിടിക്കും. ഞാൻ ഏത് പേരിൽ അറിയപ്പെടണം? ഞാൻ ആ ഇറങ്ങുന്ന സമയത്ത് സിസ്റ്റർ ജസ്മി എന്ന പേരിൽ അറിയപ്പെടണം. അതാണ് ഞാൻ ജീസസിനോട് തന്നെ ചോദിച്ചത്. ഇത്ര കാലം ആ പേര് മാറ്റാതെ ഈ അവസാന 6 മാസത്തിൽ അത് മാറ്റിയത് കൊണ്ട് എനിക്കിനി ആ പേരിലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തോ ഒരു ജീസസിന് ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ജസ് എന്നുള്ളത് ജീസസ് ആണ്, മീ മേമിയുടെ മീയാണ്. ഈശോ മുന്നിൽ നിന്ന്, ഞാൻ തൊട്ട് പുറകിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ശക്തി മുന്നിൽ വേണം. അപ്പോൾ ആ പേര് എന്നെടുത്തോ അതേ അന്വർത്ഥത്തിൽ തന്നെ ഇറങ്ങുമ്പോഴും എനിക്ക് ആ ശക്തി വേണമെന്നുള്ളത് കൊണ്ടല്ലേ 6 മാസം മുൻപ് അതൊരു ആ നേരത്ത് പേര് സാങ്ഷനായി വന്നത്. അതിലൊരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ആദ്യം ഉൾവിളി കിട്ടിയിട്ടാണ് അമ്മയോട് പറയുമ്പോൾ തന്നെ അമ്മ പറയുന്നത് കൂട്ടത്തിലുള്ള എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. പക്ഷെ സിസ്റ്ററുടെ ഉള്ളിൽ ആ ഉൾവിളി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആമേൻ എഴുതുന്ന സമയത്തും ആ ഉൾവിളിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറേ മാറിയ സാഹചര്യത്തിൽ ജീസസ് പോലും അതേ അർത്ഥത്തിലല്ല മനസ്സിൽ നിൽക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ ഇന്ന് ആ ഉൾവിളിയെ ഇന്ന് വളർന്നു നിൽക്കുന്ന സിസ്റ്റർ ജസ്മി അല്ലെങ്കിൽ ജസ്മി എങ്ങനെയാണ് നോക്കി കാണണം അന്നുണ്ടായ അനുഭവത്തെ? ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലും അടുത്ത ഉൾവിളിയിലാണ്. അതായത് ജീസസിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നേ. അപ്പോഴാണ് എത്ര വർഷമായി എന്ന് ചോദിക്കുന്നതും അതൊരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ 28 എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഉൾവിളി കിട്ടിയത് തുടങ്ങിയുള്ള വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് 33-ൽ വന്ന് നിന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ജീസസിൻ്റെ തിരുവയസ്സ് 33 വർഷമാണ് ഈ ലോകത്ത് ജീവിച്ചത്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ആ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീസസിനെ. അപ്പോൾ ആ 33 വയസ്സ് നീ ജീവിച്ചു, ഇത് നിൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായ സഹനങ്ങളൊക്കെ സഹനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ മരണാനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നീ മരിക്കുകയാണ്. ഇനി ഈ ജീവിതമല്ല നിനക്ക് വേണ്ടത്. 34-ാം വയസ്സിൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. എനിക്ക് ഇറങ്ങാനൊന്നും പാകപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് ഈശോയെ, ഈ യൂണിഫോം മാറ്റിയിട്ട് വേറൊരു വസ്ത്രം ഇട്ടിട്ട് പുറത്തിറങ്ങുക, എൻ്റെ കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുക, അടുത്ത ജന്മത്തിലും കന്യാസ്ത്രീ ആവുമെന്ന് പറഞ്ഞ് വനിതാ മാഗസിനിലെ അവസാനത്തെ വരിയായി ഇൻ്റർവ്യൂവിൻ്റെ വരി എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഞാനിങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ 34-ാം വർഷം കാണാൻ പാടില്ല. അതിനാണ് ശക്തി നേടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. ഉൾവിളി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ജീസസ് എന്നുള്ളത് മനുഷ്യനാകാം, പക്ഷെ ഒരു ശക്തിയുടെ പേര്, ഒരു ശക്തിയായി ആ ശക്തിയാണ് ആ മനുഷ്യനെ നല്ല മനുഷ്യനാക്കിയത്. അപ്പം ആ ശക്തിയുടെ പേര് തുടരുന്നുണ്ട്.
ജീസസ് എന്നുള്ള പേരിലാണ് ഞാൻ ആ ശക്തിയെ വിളിക്കുന്നത്. ഞാൻ ഗുരുവായൂരപ്പ എന്നല്ല വിളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ പേരുകളിലല്ല വിളിക്കുന്നത്, ജീസസ് എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ ആ ജസ്മിക്ക് ഇപ്പോഴും സാങ്കത്യമുണ്ട്. ആ മാറ്റം വന്നാലും അതിൽ ആ ശക്തിയുടെ അവതാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നന്മ കൊടുത്ത ഒരു മനുഷ്യൻ, നന്മ ചെയ്ത് കടന്നുപോയ ആ മനുഷ്യൻ, അത് മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേരായി മാറി, ശീലിച്ച പേരായി മാറി ജീസസ് എന്നുള്ളത്. അപ്പം ആ ഉൾവിളി ഇപ്പോഴും തുടരുന്നു. ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുൻപും ഈശോയോട് പറഞ്ഞു, എനിക്ക് തമ്പ് ഇംപ്രഷനൊക്കെ തന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഓരോ നിമിഷത്തിലും നമ്മൾ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആ ഒരു ശക്തിയോട്, ആ പേരിൽ ഞാൻ വിളിച്ച് ശീലിച്ച എല്ലാവരും ശക്തിയായി കാണുന്ന ദൈവത്തിൻ്റെ എൻ്റെ പേര് വിളി ജീസസ് എന്നാണ് എന്നുള്ളതാണ് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് ചാഞ്ചല്യങ്ങളൊന്നും വന്നിട്ടില്ല, റിഗ്രറ്റ് വന്നിട്ടില്ല, ഈ കഴിഞ്ഞ വഴികളൊക്കെ തെറ്റിപ്പോയോ അങ്ങനെ ഒരു ചിന്തയില്ല. വളർച്ചയാണത്, ഒരു സ്റ്റെപ്പ് ഇന്നൊരു സ്റ്റെപ്പ്. ഞാൻ സെയിൻറ്റ് ജോണിൻ്റെ ഗോസ്പലിൽ ജീസസിൻ്റെ വളർച്ച പറയുന്നുണ്ട്. ജീസസിന് പോലും ആത്മീയതയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും അത് ശരിയായി വരുന്നു. അതായത് ആദ്യം ആൾ പറഞ്ഞത് ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പം അത് ദ്വൈതമാണ്, കൂടെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആൾ പറഞ്ഞത് ദൈവം എൻ്റെ ഉള്ളിലാണെന്ന്, അപ്പോഴും ദ്വൈതമുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആൾ പറയുന്നത് ഞാനും ദൈവവും ഒന്നാണ്, അപ്പോഴാണ് അദ്വൈതാവുന്നത്. അപ്പോൾ ആളുടെ സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഈ സ്റ്റെപ്പ് വളർച്ചയുണ്ടെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റിയിലും ഈ വളർച്ച വരികയാണ്. ഭയങ്കര ബുദ്ധിപരമായ ആൻസറാണ്. ഈ ജസ്മിയെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും 2009 ഈ മംഗള എക്സ്പ്രസ്സിൽ ഇരുന്ന് എഴുതിയ, ഇല്ലെങ്കിൽ എഴുതാൻ തീരുമാനിച്ച ഈ പുസ്തകമാണ്. അമല കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ജസ്മിയെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിലെ തുടർന്നാണ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാനും ഒരു സ്ത്രീ, വീണ്ടും ആമേൻ, ഇപ്പോൾ ഒടുവിൽ കേരള സ്റ്റോറികൾ, ഇതൊക്കെ ഇറങ്ങുമ്പോഴും 9ഓളം പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. ഇപ്പോൾ 27ാം പതിപ്പാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആമേൻ വായിക്കപ്പെടുന്നത് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷവും പലരും, ഇപ്പോൾ ഷിബു അച്ഛൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വിപ്ലവം, ഒരു തുടർന്ന ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ആമേൻ ഉണ്ടാക്കി. ഈ ആമേൻ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മംഗള എക്സ്പ്രസ്സിലെ ആ വരവുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഇന്നും ജസ്മിയുടെ പുസ്തകം മറിക്കുമ്പോൾ തന്നെ മംഗള എക്സ്പ്രസ്സിൽ അന്ന് പേടിച്ചിരിക്കുന്ന സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അന്ന് പേടിച്ചിരിക്കുന്ന ഒരു ജസ്മിയുണ്ട്. കാരണം അന്നത്തെ കോൺഫ്ലിക്റ്റ് വളരെ വലുതാണ്. അന്നത്തെ ജസ്മി എവിടെയെങ്കിലും പോയിട്ട് ആ കോൺഫ്ലിക്റ്റിൻ്റെ നിമിഷങ്ങളെ റീകളക്ട് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ഓർക്കാറുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഭയം പിന്നീട് വന്നിട്ടില്ല. അന്ന് അതൊരു ഭയങ്കര ഒരു കാലഘട്ടം. മരണാനുഭവം എന്ന് ജീസസ് പറഞ്ഞ സത്യമാണ്. ആ അനുഭവം ഇനിയും എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ, എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ഒരു മരണാനുഭവമായിരുന്നു. ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുകയാണല്ലോ. അപ്പം ആ മരണാനുഭവം ആലോചിക്കുമ്പോൾ ഭയം തോന്നാറുണ്ട് ഇപ്പോഴും. പക്ഷെ ആ ഭയം എനിക്ക് പിന്നീട് വന്നിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജീസസ് ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ഇറങ്ങി. ഞാൻ അദ്ദേഹത്തെയാണ് കുറ്റപ്പെടുത്തുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ കൈപിടിച്ച് ഇറക്കിയതാണ്, മര്യാദയ്ക്ക് എന്നെ നോക്കിക്കോ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു തന്നോ എന്ന് ആജ്ഞാപിക്കുകയും പിണങ്ങുകയും ആവശ്യപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു തോത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഭക്തി എന്നൊക്കെ പറയുന്നത്, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡയലോഗാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവരെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് സൗഹൃദ സംഭാഷണം, അതാണ് പ്രാർത്ഥന. അല്ലാതെ എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് കുറേ ലിറ്റനി പോലെ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന അല്ല പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു സംഭാഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊന്ത ചൊല്ലാറില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല, ബൈബിള് പോലും അങ്ങനെ അത്യാവശ്യം വന്നെങ്കിൽ മാത്രം വല്ലൊരു സംശയം ചോദിക്കുമ്പോൾ മാത്രമേ വായിക്കാറുള്ളൂ. നിജമായി ഞാൻ വായിക്കാറില്ല. കാരണം പല പ്രാവശ്യം വായിച്ചിട്ട് അത് ഉള്ളിലിങ്ങനെ ദഹിച്ച് കിടക്കുന്നുണ്ട്. റിക്കളക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ആണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ 24 hours പ്രാർത്ഥനയിലാണ്. കാരണം ഈ സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, എപ്പോഴും ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാലൊരു തമാശയാകുമെന്നറിയില്ല, ഇപ്പം ഞാൻ ആ ജീസസിൻ്റെ പടം, എനിക്ക് പടമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒരു പടം അവിടെ ഒട്ടിച്ച് വെച്ചത് ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതും ഞാൻ ഉമ്മ കൊടുക്കലാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. അമ്മ വരുന്നു, അമ്മയെ നോക്കാനതിന് മുൻപ് 3 ഉമ്മ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം അമ്മ വീണു, എണീപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ 3+3 6 ഉമ്മ അമ്മയുടെ പേരിൽ കൊടുക്കുന്നുണ്ട്.
ഓരോ ആവശ്യത്തിനും ഒരു ഡ്യൂമോൾ എന്ന് പറഞ്ഞൊരു ഇച്ചിരി പ്രയാസത്തിലൂടെ കടന്നു പോവാണ് അനിയത്തിയുടെ മോള്. അപ്പോൾ അവൾക്ക് വേണ്ടി ആദ്യം 10 ഉമ്മയാണ് കൊടുത്തിരുന്നത്. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഉമ്മ, വേഗം വേഗം കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഇതൊക്കെ നിങ്ങൾക്ക് ചാബല്യമായിട്ടോ ചപലതയായിട്ടോ, കാരണം ഉമ്മ കൊടുക്കാത്ത ആളാണ് ഞാൻ. ഒരു ഉണ്ണിയെ കൊണ്ടുവന്നാൽ വരെ ഞങ്ങൾക്ക് തൊടലടക്കമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഉമ്മ കൊടുക്കാറില്ല. അമ്മ ചിലപ്പോൾ ചേച്ചീനെ കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പറയും നീ ഒരു ഉമ്മ കൊടുക്കടി എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയല്ല. പക്ഷെ ഇപ്പോൾ നല്ല സൂത്രപ്പണിയാണ് ഈശോയെ പാട്ടിലാക്കാൻ. ഞാൻ ഈ പറയുന്നത് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാലും അതൊരു ശക്തിയുടെ ഭാഗമാണ്, നല്ല മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ബന്ധം തുടരുന്നുണ്ട്. ഈ ആ സ്നേഹത്തിനപ്പുറത്തേക്കുള്ള സ്നേഹങ്ങളൊന്നും ജസ്മിക്ക് വഴങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു തരത്തിലൊരു കൗൺസിലിംഗ് മോഡിൽ പൊക്കോണ്ടിരുന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മറ്റൊരു പാതയിലൂടെ പോവാം എന്ന് വിശ്വസിക്കുമ്പോഴും നമുക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വിചാരിക്കണേ? എനിക്ക് മാതാവിനോട് ഇഷ്ടം കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും മാതാവിനെ പറ്റി പ്രസംഗം പറയണം. അവിടെ ഞങ്ങൾ പറയുമ്പോൾ കർമ്മലീത്ത മാതാവിൻ്റെ CMC സഭയിലുമാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുക എന്താ എനിക്ക് മാതാവിനോട് ഇഷ്ടമില്ലാത്തതെന്ന്. അതിന് ഒരു കാരണമായി ഞാൻ കണ്ടെത്തിയത് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കപ്പുറം വേറൊരു അമ്മ എന്ന് വിളിക്കാൻ, പ്രോൺശാളമ്മേനെ അമ്മ എന്ന് വിളിക്കണം, മദറിന് പിന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഈ അമ്മ വിളികളൊക്കെ വരുമ്പോഴും എൻ്റെ അമ്മയെ മാറ്റി വെച്ച് വേറൊരു അമ്മ എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണോ എനിക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് തന്നെയും ഇപ്പോൾ കാരണമാകാം. ജീസസിനെ വിട്ടിട്ടൊരു പ്രണയം അത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഒരല്പം പ്രണയം ഇപ്പോൾ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട്. അത് ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രണയിക്കുന്നത്, ജൂനിയർ ജീസസ്. ആ പ്രണയത്തിൽ പോലും ഒരു ജീസസിൻ്റെ ലുക്കും ജീസസിൻ്റെ സ്വഭാവവും ജീസസിൻ്റെ നന്മയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ജൂനിയർ ജീസസ് എന്നുള്ള ലെവലിലാണ്. അപ്പോഴും ആ ജീസസ് അവിടുന്ന് പോകണില്ല. ആഴത്തിൽ എന്തോ വേരിറങ്ങിക്കിടക്കുകയാണ്, വേരൂന്നിക്കിടക്കുകയാണ്. അപ്പോൾ അത് വിട്ടൊരു കളി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ പറയും വിവാഹം കഴിക്കുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത ജന്മത്തിലാകാം. അങ്ങനെ ജന്മത്തെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, എന്തായാലും ഈ ജന്മത്തിൽ പറ്റും തോന്നുന്നില്ല. അത്രമാത്രം റൂട്ടഡായി. അതുകൊണ്ടാണ് ഈ സിസ്റ്റർ എന്ന് പറയുന്ന വേഷത്തിൽ സിസ്റ്റർമാരെ കാണുമ്പോൾ ഒരു താല്പര്യം കൂടുതലാണ് നമുക്ക് വരിക. കാരണം അവരോട് സംവദിച്ചിട്ടില്ല, നമുക്ക് അവരെ അറിയില്ല. അപ്പോൾ അവരെങ്ങനെയായിരിക്കും, അവരുടെ മനസ്സിൽ എന്തൊക്കെ വികാരങ്ങളായിരിക്കും പോവുക. പിന്നെ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ബോധ്യങ്ങൾക്കകത്ത് നിന്നായിരിക്കുമല്ലോ അവരും ജീവിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ആത്മീയത സൂക്ഷിക്കുക, എങ്ങനെയായിരിക്കും ഈ വിൽ പവർ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ. അപ്പോൾ ഒരു സ്നേഹം കൂടുതലോ ഇല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ കൂടുതലോ ഒക്കെ തോന്നും. അങ്ങനെയൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുള്ളൊരു ഫിഗർ ആയിരുന്നു. കോളേജിൽ പിള്ളേരുടെയും ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള ഒരു ജസ്മിയാണ്. ആ കുപ്പായത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു ബഹുമാനം ഉണ്ടാവുമെങ്കിലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ അത് വിട്ട് ഒക്കെ ആൾക്കാർ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ഈ ഉള്ളിൽ നിന്നല്ല പുറത്തുനിന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും, സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു തുടർച്ച ഇത് കുപ്പായത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടും ജസ്മി അങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ്. എനിക്ക് ലവ് ലെറ്റർ വരെ ഒരു അച്ഛൻ തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മിസ്ട്രസിന്റെ കയ്യിലാണ് പെട്ടത്. മിസ്ട്രസ് അത് വായിച്ച് എൻ്റെ മേത്തേക്ക് എറിഞ്ഞു. അത്തരം കഥകളൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ ബാക്കി ചാപ്പലിൻ്റെ അടുത്തൊക്കെ തട്ടിൽ താഴത്ത് ഒക്കെ ഞങ്ങളുടെ ചാപ്പലിനായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവിടെയൊക്കെ ഞാൻ ചെന്നാൽ ഞാൻ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് സംസാരിക്കുക. ഒരു മാസ്കുലിൻ ലെവലിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് പോരെ. കൊഞ്ചിലും കുഴയിലും അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. അത് അന്ന് അതിൻ്റെ അകത്തായിരുന്നു. ഇനി പുറത്ത് വന്നിട്ടായാലും ഇപ്പോൾ വിവാഹം കഴിക്കാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്ന ഒരു 2 പേരെങ്കിലും കാണും. ഒരു വയസ്സായവരാണ്, സെക്കൻഡ് മാരേജ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ശരിക്കും പ്രപ്പോസലായിട്ട് തന്നെ ഒരെണ്ണം വന്നു. എൻ്റെ ബന്ധത്തിലുള്ള ഒരാളുടെ ഭാര്യ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചതാണ്. അപ്പോൾ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് പ്രപ്പോസലായിട്ട് കൊണ്ടുവരാൻ ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്, ബന്ധത്തിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഈ സിസ്റ്റർ ജീവിതം തുടരാനാണ്, നിത്യവ്രതം ചെയ്തതാണേ. അപ്പോൾ പുറത്തിറങ്ങിയിട്ടും ആ സിസ്റ്റർ ജീവിതം ഞാൻ അടുത്ത ജന്മത്തിലും സിസ്റ്റർ ആവുമെന്ന് പറഞ്ഞ ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ട് റിഗ്രറ്റ് ഇല്ലാത്തത് ഞാൻ ആ കന്യാസ്ത്രീ ജീവിതം തന്നെയാണ് തുടരുന്നത്. യൂണിഫോം ഇല്ല, ആ 4 ചുമരുമില്ല, മാക്സിമം സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. കുറച്ച് ധന സ്വാതന്ത്ര്യമുണ്ട്, കാരണം പെൻഷൻ കിട്ടുന്നത്. അതൊക്കെ ദൈവം ഒരുക്കി വെച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിൽ നിന്ന് 1 രൂപ കിട്ടിയിട്ടില്ല, മഠത്തിൽ നിന്ന് 1 രൂപ കിട്ടിയിട്ടില്ല, ഇതുവരെ ഒരു ശമ്പളവും കിട്ടിയില്ല, PF കിട്ടിയിട്ടില്ല. PF ഇറങ്ങുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു 10-15 ലക്ഷം ഉണ്ടായേനെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങാമായിരുന്നു. അപ്പം അതൊന്നുമില്ല. ഇറങ്ങുന്ന സമയത്ത് ഒരു 40,000 UGC സ്കെയിലുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ. അത് പോലും എനിക്കറിയില്ലായിരുന്നു. ഉം. ഞാൻ പിന്നീട് ചോദിച്ചറിയിച്ചത്. കാര്യം ഞാനാണ് സൈൻ ചെയ്യുക. പക്ഷെ നമുക്ക് കിട്ടാത്തൊരു പൈസ നമുക്ക് എത്രയാണെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് 1 ലക്ഷം അരിയർ വരും, നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. ഒരു പ്രാവശ്യം ഞാൻ നോക്കി സംഖ്യയിലേക്ക്, അയ്യോ എൻ്റെ കുട്ടികളൊക്കെ ചുമരുമ്പോൾ കയറി തുടങ്ങി വിശന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പറമ്പ് വാങ്ങണം എന്നൊക്കെ തമാശ പോലെ പറഞ്ഞിരുന്നു. നോക്കാൻ പാടില്ല എന്നാണ് ശരിക്കും നിയമം. ഇപ്പോൾ പ്രിൻസിപ്പളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ നോക്കിപ്പോയി. അപ്പം അതും ഈ 40,000 ഒന്നും അല്ല ശരിക്ക്, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അരിയറുകൾ വന്നുകൊണ്ടിരിക്കും. പേപ്പർ നോക്കണം എൻ്റെ പൈസ, അങ്ങനെ കുറേ പൈസകളൊക്കെ പക്ഷെ നമുക്ക് കിട്ടാത്തൊരു പൈസയോട് നമുക്കത് നോക്കി ഇത് എത്രയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് പറയാം. അപ്പം ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തിനും ഒരു പാരതന്ത്ര്യം ഏറ്റെടുക്കുന്നത്? വിവാഹത്തിന് അതുണ്ട്. ഈ വയസ്സാം കാലത്ത് ഒരാൾ വന്ന് എന്നെ കല്യാണം കഴിച്ച് അയാളെ ശുശ്രൂഷിച്ച് നോക്കലായിരിക്കും എൻ്റെ ജോലി. അല്ല, നമുക്കൊരു വിവേകവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിലെനിക്ക് സന്തോഷം കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാ ഇത് നമ്മൾ വയ്യാവേലി വലിച്ചു വെക്കുന്നത്? സിസ്റ്റർ കുട്ടികളോടൊക്കെ പറയാറുള്ള 3-ാം പാതയിൽ ഈ വിവാഹം ഒഴിവാക്കുന്നതിന്റെ ഒരു ടോണുണ്ട്. അതായത് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ ഉപദേശിക്കാറുണ്ട്. അപ്പൊ ഈ 3-ാം പാതയിൽ ശരിക്കും പാത എന്ന് പറയുമ്പോഴും അത് ശരിക്കും വ്യക്തമായിട്ട് എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? ആദ്യം ഞാൻ വിമലയിലൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾ വന്ന് പറയും, ഞങ്ങൾക്കൊന്ന് ഒരു ഡിഗ്രി കിട്ടി, ഒരു ജോലി കിട്ടണം, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനോ ആഗ്രഹമില്ല. കാത്തലിക്സ് ആണ് മെയിനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുക, കന്യാസ്ത്രീയാവാനോ ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ പറയും, മോളെ അങ്ങനത്തെ ഒരു ജീവിതം ഭയങ്കര ദുസ്സഹമാണ്. കാരണം ഞങ്ങളുടെ ചില അറ്റൻഡേഴ്സൊക്കെ അവർക്ക് പൈസയില്ലാതെയും രോഗം മൂലവും വീട്ടിലെ ബുദ്ധിമുട്ട് മൂലവും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന 1-2 പേരുണ്ട്. അവരൊക്കെ നിരാശയുടെ കീഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, മക്കളെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, വല്ലാത്തൊരു ജീവിതമാണത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ 52-ാം വയസ്സിൽ 52-ാം വയസ്സിൽ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറിയിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്ന് എനിക്ക് പറ്റില്ല, അന്ന് കന്യാസ്ത്രീ ആകാതെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എവിടെയെങ്കിലും പിടിച്ച് കെട്ടിക്കും, എന്തെങ്കിലും നടത്തിപ്പോയില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എത്രയോ പേർക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. അതിനുള്ള ഒരു സെറ്റപ്പും ആ ഒരു സെഞ്ച്വറിയിലേക്ക് നമ്മളെത്തി. അതുകൊണ്ട് ഞാൻ പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിച്ചോളൂ, നല്ലതാണ്. സിസ്റ്റേഴ്സോ അച്ഛനോ ഒക്കെ ആകാൻ, അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഹിന്ദു സന്യാസവും ഒക്കെ ഉണ്ടല്ലോ, തിരഞ്ഞെടുക്കേണ്ടവർക്ക് അതും തിരഞ്ഞെടുക്കാം. ഇത് രണ്ടും ആഗ്രഹമില്ലാത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാനത് പ്രഖ്യാപിക്കുകയാണ്. മറ്റു പലരും അങ്ങനെ ജീവിക്കുന്നുണ്ടാകാം, പക്ഷെ ഞാനിത് ഡിക്ലെയർ ചെയ്യാണ്. ഈ 3-ാം പാത, ദ തേർഡ് വേ ഓഫ് ലൈഫ്, ഇത് നിങ്ങൾക്ക് ഒരു പാതയായിട്ട് തന്നെ, ഒരു വൊക്കേഷനായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. അതിന് നിങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് ധൈര്യമാണ്. ഒറ്റയ്ക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്തും നേരിടേണ്ടത് ഒറ്റയ്ക്കാണ്. ആ ധൈര്യം ഉള്ളവരേ ഇതിന് വന്നിട്ട് കാര്യമുള്ളൂ, അല്ലാത്തൊരു വന്നാൽ ഫ്ലോപ്പായിരിക്കും. 2, നിങ്ങൾക്ക് അല്പം ഫൈനാൻസ് വേണം. ഒന്നുകിൽ ഒരു ബിസിനസ് ലെവലിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിലോ ശമ്പളമോ എന്നെപ്പോലെ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുടുംബസ്വത്ത് അത് കിട്ടിയ ഒരു കയ്യിൽ അത് കുറച്ചുണ്ടെങ്കിൽ അത് ഒരു വരുമാനം, ബേസിക് ഫൈനാൻസ് അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞാൽ 3-ാമത് വേണ്ടത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാനുള്ളൊരു മനസ്സ്, അതും കൂടി വേണം. നിങ്ങൾക്ക് പറ്റാവുന്ന നന്മ, ഒരാളുടെ അനുവാദവും ചോദിക്കേണ്ട. മഠങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ധർമ്മക്കാരനൊരു 10 രൂപ പോലും കൊടുക്കാൻ അനുവാദമില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവരെക്കാൾ ദരിദ്രരാണ് നമ്മൾ. അപ്പോൾ പിന്നെ നിങ്ങളാരാ അവർക്ക് കൊടുക്കാനായിട്ടെന്ന്. മദർ തെരേസ അരി കൊണ്ട് കൊടുത്തപ്പോൾ ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് പോയിട്ട് പകുതി അരി അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നവർക്ക് കൊണ്ടുകൊടുത്തു. ദരിദ്രർ പോലും അങ്ങനെ ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ മഠങ്ങളിൽ പറയുന്നത് നമ്മൾ അവരെക്കാൾ ദരിദ്രരാണ്, കൊടുക്കരുത്, ഒന്നും കൊടുക്കില്ല ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ജീവിതമല്ല ഞാൻ തേർഡ് വേ ഓഫ് ലൈഫിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി സന്യാസം മാറ്റേണ്ട കാലമായി. അതായത് പണ്ട് ഏകാന്ത സന്യാസമായിരുന്നു, പിന്നീട് അത് സംഘാത സന്യാസമാക്കി മാറ്റിയത് സെയിൻറ്റ് ആൻ്റണിയാണ് ഓഫ് പാദുവ. അദ്ദേഹം ഇത് ഒന്നിപ്പിച്ചത്. ഇപ്പോൾ അതൊരു സ്ട്രക്ചറായി മാറിയിട്ട് ഇപ്പോൾ ഡീക്കേയിങ് സ്ട്രക്ചറായിട്ട് മാറുകയാണ്. ഇനി ആ സ്ട്രക്ചർ തല്ലിപ്പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ ഉള്ളവരെ ഇനി ഏകാന്ത സന്യാസത്തിലേക്ക് തുടങ്ങുക, പഴയ ഒരു ചൈതന്യത്തിലേക്ക്. ഏകാന്ത സന്യാസം ഏകദേശം അതുപോലെ ഇരിക്കും ഈ 3-ാം പാത. ഞാൻ ആ സന്യാസത്തിൻ്റെ അഴുക്കൊക്കെ മാറ്റിയിട്ട് ഏകാന്ത സന്യാസം പോലെയാണ് 3-ാം പാത. ഈ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനുള്ളിൽ നിന്നിട്ട് ഈ സന്യസിക്കുന്നതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നേരിടുന്നത് എന്നാണോ? അതെ, അതുകൊണ്ട് വിവാഹവും
ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതും അടുത്ത നിമിഷം വിവാഹമോചനത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും വിവാഹങ്ങളും വിവാഹമോചനങ്ങളാണ് വിവാഹബന്ധങ്ങളെക്കാൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്ഡ് സംഗതികളൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്.